റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. പരിപാടിക്കെത്തുമ്പോൾ വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കില്ല. ചിലരുടെ ചോര കുടിക്കാനുള്ള ആഗ്രഹമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാൻ സഞ്ചരിക്കാനായി പോലീസ് ഏർപ്പാടാക്കിയ വാഹനത്തെ ചൊല്ലിയാണ് വിവാദം. പരേഡിന് ഉപയോഗിച്ചത് കരാറുകാരന്റെ ജീപ്പെന്ന് ആരോപണം. കടുത്ത ഭാഷയിൽ മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്തെന്ന് ചോദ്യം. വാഹനം പിടികിട്ട പുള്ളിയുടേതോ അധോലോക രാജാവിൻ്റെതോ ആയാലും മന്ത്രിക്ക് എങ്ങനെ ഉത്തരവാദിത്തമുണ്ടാകും? എല്ലാം തീരുമാനിക്കുന്നത് ജില്ലാ ഭരണകൂടവും പോലീസുമെന്നും മന്ത്രി. പതാക ഉയർത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ, അപ്പോൾ വാഹനത്തിൻ്റെ RC ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. എങ്ങനെയുള്ള വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്, ആരെ വണ്ടിയാണ്, അയാളെ പേരെന്താണ്, ആ വണ്ടിക്ക് എല്ലാ കടലാസും ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രിക്ക് അതിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ നടപടിക്രമവും പാലിച്ചുവെന്നാണ് കളക്ടർ അറിയിച്ചത്. ആശയക്കുഴപ്പമുണ്ടാക്കി ചോര കുടിക്കാനുള്ള ചിലരുടെ ലക്ഷ്യമാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. പോലീസിന്റെ കൈവശമുള്ള വാഹനം തകരാറിലായതിനാൽ കളക്ടറുടെ അനുമതിയോടെ മറ്റൊരു വാഹനം ഉപയോഗിച്ചുവെന്നാണ് പോലീസ് വിശദീകരണം. 24 കണ്ണൂർ.